ഇപ്പോൾ ഈ വികസനം വരുമ്പോഴും അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെ ഓരോ സർക്കാർ മാറി വരുമ്പോഴും അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക്. ഇപ്പോഴും ബിസിനസ് 60% വരെ കുറവിലാണ് പോകുന്നത്. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് പണ്ടുകാരുടെ പ്രശ്നം തിരികെയാണ്, ഇവർക്ക് മാറ്റി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കച്ചവടം അന്ന് ഇന്നുമുണ്ട്, പക്ഷേ പുറകിലോട്ട് പൊട്ടുകൊണ്ടിരിക്കുകയാണ്. Reading for me is an incredibly personal experience. It's sort of like an escape from the real world for a while. My reading habit started because of my dad. When we were abroad, he would go to India for a couple of weeks, and when he would come back, he would bring a suitcase full of books for me. And whenever we were free, we would sit together and he would help me read those books and spell out the words which I didn't understand. And when I grew up, I started reading by myself. I started writing small stories to go along with the stories that I read. And eventually those writings spanned to bigger books and even poetry once in a while. For someone who is really fickle-minded about books, I can be pretty choosy when it comes to reading them as well. And the street stalls have been a huge help with that. Some of the books that I've seen online, which are really pricey for me to buy for a college student like me, the Palayam bookstores have them at pretty affordable rates, especially for students. തിരുവനന്തപുരത്തുള്ള പുസ്തക പ്രേമികൾക്ക് പബ്ലിക് ലൈബ്രറി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പബ്ലിക് ലൈബ്രറിയും യൂണിവേഴ്സിറ്റി മെഡിക്കോസിനും ഇടയിലുള്ള ഈ പുസ്തക തെരുവ്. നമ്മൾ ഒരു 10-20 വർഷം കൊണ്ട് ഇവിടെ പുസ്തകത്തിന്റെ മേഖലയായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്ത് പോകുന്നത്. ഒരുപാട് പാവപ്പെട്ട കുട്ടികളിവിടെ ബുക്ക് വാങ്ങാൻ വേണ്ടി വരും. പാളയം സെൻട്രൽ ലൈബ്രറിക്ക് സമീപമായി പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന 30ഓളം സ്റ്റാളുകളാണുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ബുക്ക് ഷോപ്സ് ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു 7 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്. പിന്നെ ആദ്യം 1-2 ഷോപ്പ്സുകളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ബുക്സിൻ്റെ ലഭ്യത അനുമാനിച്ചാണ് ഒരുപാട് കട വന്നത്. കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ കടകളുണ്ടല്ലോ, പിന്നെ എൻ്റെ കുടുംബത്തിന് ആവശ്യം ഈ വരുമാനം അത് ഈ കടയിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതമാർഗം കടയാണ്. അങ്ങനെ കുടുംബത്തിൻ്റെ ആസ്തി അന്നത്തോടുള്ള കുടുംബം കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്നുവരെയുള്ള വളർച്ച ഈ കട കൊണ്ടാണ്. ആദ്യം ഞാൻ കൂലിക്കാണ് ഈ ഫീൽഡിൽ നിന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ജോലി വേണമല്ലോ, അതിന് വേണ്ടി ഞാൻ ഈ ഫീൽഡ് എനിക്ക് അറിയാനുള്ളതുകൊണ്ട് ആ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങാൻ ചെയ്തു. So digitization has brought on a lot of effects in today's world. Students like me have access to information from anywhere in the world to anywhere on our screens. But how sure are we of this information that we access? Moreover, how many of us actually have the time or the patience to go through all those informations that we can get? ഇപ്പോൾ ഓൺലൈൻ വന്നതിന് ശേഷം ഒരുപാട് കച്ചവടം ഒരുപാട് മാറി തുടങ്ങിയിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ ഓൺലൈന് ബുക്കിംഗ് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ബുക്കിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് ബുക്ക് മേടിക്കാനായാലും. ഓൺലൈനിൽ ഇപ്പോൾ ചോദിക്കുന്ന ഏത് ബുക്ക് ഓൺലൈനിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഓൺലൈനിലെ കച്ചവടവും നമ്മളെ പ്ലാറ്റ്ഫോം കച്ചവടവും അന്ന് ഇന്നുമുണ്ട്, പക്ഷേ പുറകിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പുസ്തകം വായിച്ച ആൾക്കാരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, ഇപ്പം മൊബൈലൊക്കെ ഇറങ്ങിയതിന് ശേഷം 10-15 വർഷം കൊണ്ട് നെറ്റൊക്കെ മൊബൈലിൽ തന്നെ കിട്ടുന്നുണ്ട്. നെറ്റ് വഴിയെല്ലാം വാങ്ങിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പൊതുവെ ഇപ്പോൾ കച്ചവടങ്ങളൊന്നുമില്ല. ഞാൻ കൃഷി തട്ടിമുട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. പണ്ടത്തെ കാലത്ത് വായനയായിരുന്നു വലുത്. ഇപ്പോൾ വായനയില്ല. പണ്ട് 100 മനോരമ പേപ്പർ കൊണ്ടു നിന്ന് അത് 60% 70% കുറഞ്ഞേക്കാണ്. കാരണം വായന ഇപ്പോഴത്തെ തലമുറകൾക്ക് വായനയില്ല. പഴയ ആൾക്കാരൊക്കെ വായനയുള്ളൂ. ഇപ്പോഴും പഴയ ആൾക്കാരെ വായനയുടെ വീട്ടിലാണ് നമ്മൾ ജീവിച്ചു പോണത്. പുതിയ തലമുറകളൊന്നും വായനയില്ല. അവർ നേരം വിളിക്കുമ്പോൾ വല്ല മൊബൈലിലാണ്. ഇങ്ങനെ വരുമ്പോൾ വായന ഇവിടെ കുറഞ്ഞു വരും. എന്നാലും നശിക്കൂല. Online digitization does come with some perks though. We readers have an idea of what kind of books to look for in such bookstalls. Like, we can find a book we want to read online, we can read up the reviews, find out if it's worth buying for or not, and just come to these stalls and search for those books. On the other hand, while these books online can go up to 500 to 1000 rupees, in our Palayam bookstalls we can easily find them at 200, maximum 300 rupees at most.
So one of the things that I really like about the Palayam bookstalls is that they have texts which were discontinued for years. Some of the texts which we may not even be able to find online at such low rates. Like the readers who had them before do not know of their value and sold them to these vendors to make space in their homes. But they actually reach the people who know and understand their value and are incredibly shocked to find them at such affordable rates outside. നമ്മുടെ ഈ സിറ്റിയിലൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പോപ്പുലർ ബുക്സ് വാങ്ങിക്കാൻ, അതായത് പോപ്പുലർ ഫിക്ഷൻ, അതുപോലെ മാങ്ക അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിക്കാൻ സ്ട്രീറ്റ് ബുക്ക് സ്റ്റോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് അത്യാവശ്യം നല്ല വില കുറവിന് കിട്ടും. അതല്ലാണ്ട് കുറച്ചുകൂടെ ക്ലാസിക്കൽ ടച്ചുള്ള വർക്ക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ഓൺലൈൻ വാങ്ങുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ മെയിൻ ബുക്ക് സ്റ്റോഴ്സിൽ പലപ്പോഴും സാധനം ഡയറക്റ്റ്ലി കിട്ടാൻ പാടാം. ഈ ബുക്ക് ഫെയർ ഒക്കെ ഉള്ളപ്പോൾ പലപ്പോഴും കിട്ടുമായിരിക്കും. അതും അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞാൽ ചില ബുക്ക് സ്റ്റോഴ്സ് ഒക്കെ ഏജൻസി വഴി അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ഒപ്പിച്ചു തരും. 1970 മുതൽ 74 വരെ എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് അറിയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ വരാറുണ്ട്. എനിക്ക് പഴയ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം വലിയ വിലയുള്ള പുസ്തകങ്ങൾ ഇവിടെ വളരെ വില കുറച്ച് കിട്ടും. ബാർഗെയിൻ ചെയ്താൽ വില കുറച്ച് കിട്ടും. ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ, മഹാഭാരതം തുടങ്ങിയ, ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങൾ അത് അന്നും കിട്ടും ഇന്നും കിട്ടും. പക്ഷെ ഇന്ന് അന്നത്തെ പോലെ ഒരു ബാർഗെയിനിങ് സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവർക്ക് യൂണിയനൊക്കെ കൊണ്ട് തോന്നും. മോളേറ്റം തുടങ്ങി താഴേറ്റം വരെ ഒരുപാട് കടകളും ഒക്കെയാണ്. ഓൺലൈൻ കിട്ടാത്ത പല സംഭവങ്ങൾ പാളയത്ത് ചെന്ന് നോക്കുമ്പോൾ കിട്ടാറുണ്ട് കുറെയൊക്കെ. പിന്നെ പാളയത്ത് കുറെ ബുക്ക് സ്റ്റോൾ ഉള്ളത് കൊണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിയ ബുക്ക് കിട്ടിയില്ലെങ്കിലും വേറെ ബുക്സ് കിട്ടാൻ ചാൻസസ് ഉണ്ട് കുറെ. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ളത് കിട്ടും. പിന്നെ ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കുറെ നോക്കാറുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അത് ഓൺലൈൻ നോക്കിയതൊന്നും ചിലത് കിട്ടാത്തത് അഫോർഡബിൾ പ്രൈസിൽ അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. I've been a customer at these stalls for quite a number of years now, and they've looked after my needs and my preferences and have given me excellent recommendations. But while they look after us, they come with their own fair share of problems. While they cater to the needs of others, who's there to cater to their needs when they're in trouble? ഈ ബുക്ക് സ്ട്രീറ്റ് കൂടുതലും ഫേസ് ചെയ്യുന്ന സംഭവിച്ചാൽ ഇപ്പോൾ ഈ വികസനം വരുമ്പോഴും അല്ലെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെ ഓരോ സർക്കാർ മാറി വരുമ്പോഴും അതിൻ്റെതായ ഒരു പ്രഷർ ഉണ്ടാവും നമുക്ക്. കാരണം അതൊരു പ്ലാറ്റ്ഫോം ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും. അത് ഗവൺമെന്റിനല്ലേ അവർ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന്റെ റോഡിന്റെ വീതി അനുസരിച്ചാണ് ഇവിടെയും നമ്മൾ മുന്നോട്ട് അവിടെ ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇരുന്നത് റോഡിന്റെ ഫ്രണ്ടിലായിരുന്നു. അവിടുന്ന് റോഡ് വീതിയപ്പം ബാക്കോട്ടായി. റോഡിനെ ഇവിടെ പൊളിച്ചു മാറ്റി പണിക്ക് വേണ്ടി പൊളിച്ചു മാറ്റി കൊടുക്കുമെന്നൊക്കെ പറയുകയാണ്. ഓണം കഴിഞ്ഞിട്ട് തീരുമാനങ്ങളാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. While online reading may have proved to be a worthy opponent for these stalls, readers have shown that these bookstalls and the vendors bring in a human element to the otherwise cold world of academia. While online reading may be the future, can it really beat the nostalgia and the aesthetics of these traditional pages?